പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് നിങ്ങളോട് സ്നേഹവും വളരെ മമതയുമുണ്ട്. ഓരോ ദിവസവും പല വിധത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഒരു ദിവസം വാക്ക് തരുന്നു, ഒരു ദിവസം ഉപദേശം തരുന്നു, ഒരു ദിവസം ചില സമയത്ത് നമ്മൾ ശരിയാവണമെന്നാഗ്രഹിച്ച് യേശു നമ്മോട് സംസാരിക്കുന്നു. പല വിധത്തിൽ സംസാരിക്കുന്നു. നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ചെയ്യാൻ പാടില്ലാത്തതിനെക്കുറിച്ച് പറയുന്നു. എല്ലാം ദൈവത്തിന്റെ വാക്കുകളാണ്. അത് നാം ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴേ നമുക്ക് അനുഗ്രഹം നേടാൻ സാധിക്കൂ. ഇന്ന് ഒരു വാക്ക് തരുന്നു. ഇത് നിങ്ങളുടെ കുടുംബത്തിനാവശ്യമായ വാഗ്ദത്തമാണ്. ഇത് 122 സങ്കീർത്തനം 7 വാക്യമാണ്. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. ദൈവം സമാധാനവും സൗഖ്യവും തരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൊത്തളവും അരമനയും എന്നാൽ അത് വീടാണ്. അരമനയൊക്കെ എവിടെ? ഞങ്ങൾ സാധാരണ വീട്ടിലാണ്, കുടിലാണ് താമസിക്കുന്നത്. അതാണ് നിങ്ങളുടെ അരമന. സാധാരണ വീടായിരിക്കാം, ഒരുപക്ഷെ അതൊരു കുടിലായിരിക്കാം, ഒരുപക്ഷെ ഒരു പഴയ വീടായിരിക്കാം, അഥവാ പുതിയ വീടായിരിക്കാം. നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾക്ക് അരമന തന്നെയാണ്. അതിനകത്ത് 2 അനുഗ്രഹം ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനം. എന്തനുഗ്രഹമാണ്? സമാധാനവും സൗഖ്യവും. സമാധാനമില്ലാതെ കൊട്ടാരം പോലൊരു വീട്ടിലിരുന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ചെറിയ കുടിലാണെങ്കിലും സമാധാനവും സ്വൈര്യവും ഉണ്ടായിരിക്കണം എന്ന് പറയാറില്ലേ? അപ്പോൾ സമാധാനമാണ് യഥാർത്ഥ അനുഗ്രഹം. രണ്ടാമത്തേത് സൗഖ്യം. എന്തു പറയാനാ, വലിയ വീടും സൗകര്യമുണ്ട്. എപ്പോഴും വ്യാധി തന്നെ. എപ്പോഴും ആശുപത്രിയും മരുന്നും ഗുളികയും. എന്തു ജീവിതമാണ്! അപ്പോൾ സമാധാനവും സൗഖ്യവും രണ്ടും നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളാണ്. ഇവ രണ്ടും ആരുടെ വീട്ടിലുണ്ടോ അവരാണ് രാജാക്കന്മാരും രാജ്ഞികളും. സന്തോഷത്തോടെ ജീവിക്കുന്നവര്. ദൈവം വാക്ക് തരുന്നു, സമാധാനവും സൗഖ്യവും ഇരിക്കുമാറാകട്ടെ. അത് നമുക്ക് തരാനാണ് കുരിശിൽ രക്തം ചിന്തി മരിച്ചത്. നമ്മുടെ പാപശാപങ്ങളെ ഏറ്റുകൊണ്ട് യേശു മരിച്ചതുകൊണ്ട് സമാധാനമുണ്ട്. നമ്മുടെ രോഗങ്ങളെയും ബലഹീനതകളെയും കുരിശിൽ ചുമന്നതുകൊണ്ട് സൗഖ്യമുണ്ട്. ആ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ചോദിച്ചു വാങ്ങണം വാഗ്ദത്തത്തെ ചൊല്ലി. അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ സമാധാനവും സൗഖ്യവും ഉണ്ടാകുമെന്ന്. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വീട്ടിൽ അത് വേണം. എനിക്ക് ആ അനുഗ്രഹം വേണം എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതകരമായ മാറ്റമുണ്ടാകും. വിശ്വസിക്കുമോ നിങ്ങൾ? നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് തന്നെ ആ അനുഗ്രഹത്തെ നേടാനാകും. ചിലർ പറയും, സാർ, എന്നെ ദൈവം നന്നായി വെച്ചിരിക്കുന്നു, വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു, രോഗവും വ്യാധിയുമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതുപോലെ നിങ്ങൾ പറയണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനും വീടിനും വേണ്ടി പ്രാർത്ഥിക്കുമോ? കൈഹൃദയത്തിൽ വെച്ച്, ദൈവമേ, എന്റെ വീട്ടിൽ സമാധാനമുണ്ടാവണം, സൗഖ്യമുണ്ടാവണം. അങ്ങ് വാക്ക് തന്നിരിക്കുന്നു. ഞങ്ങൾ സമാധാനത്തോടെ, സൗഖ്യത്തോടെ, അനുഗ്രഹത്തോടെ ഇരിക്കാൻ അങ്ങ് കുരിശിൽ മരിച്ചു. ഈ അനുഗ്രഹത്തെ എന്റെ വീട്ടിൽ അരുളേണമേ. എന്റെ കുടുംബത്തിൽ ആജ്ഞാപിക്കണമേ. എന്റെ വീട് സമാധാനമുള്ള വീടായിരിക്കണം. എന്റെ വീട് ആരോഗ്യമുള്ളയൊരു വീടായിരിക്കണം. എന്റെ വീട്ടിലുള്ള എല്ലാവരും സമാധാനത്തോടെ ഇരിക്കണം. സകല രോഗങ്ങളും മാറണം, സൗഖ്യമുണ്ടാവണം. ഇന്നു മുതൽ ഒരു മാറ്റം എന്റെ വീട്ടിൽ ഞാൻ കാണണം. അങ്ങയുടെ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാവണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ